നമസ്കാരം, ഞാൻ സലീം ചോലമുഖത്ത്. നേരെ ചൊവ്വേ കാര്യം പറയാം. സ്വപ്ന സുരേഷിന്റെ ഒരു ശബ്ദ സന്ദേശം വോയിസ് ക്ലിപ്പ് കുറച്ച് ദിവസമായിട്ട് പുറത്തു വന്നു എന്നും 2 ദിവസമായിട്ട് അത് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ശബ്ദ സന്ദേശം തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കിട്ടിയിരുന്നു എന്നും അതില് ഈ കൈരളിയെ പോലെ 1-2 ചാനലുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാത്രമാണ് അത് വാർത്തയാക്കിയത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങൾ അത് വളരെ സജീവമായ ചർച്ചാ വിഷയമാക്കിയപ്പോൾ അതിന്റെ സമ്മർദ്ദം എന്നോണം ഇന്ന് ചില മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിട്ടുണ്ട്. അതിലൊരു ചാനലായിട്ടുള്ള ന്യൂസ് 18ന്റെ വാർത്തയാണ് ഞാൻ കേട്ടത്. ഞാൻ പറയുന്നത്, ഈ അവര് കൊടുത്ത വാർത്ത, ന്യൂസ് 18 അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്ത, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് എന്നും ആ ശബ്ദ സന്ദേശത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുത്തി മൊഴി കൊടുത്താൽ സ്വപ്ന സുരേഷിനെ ആ കേസിലെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റി മാപ്പുസാക്ഷിയാക്കാമെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വാഗ്ദാനം ചെയ്തു. അതിനുവേണ്ടി സ്വപ്ന സുരേഷിനെ നിർബന്ധിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഒരു വാർത്ത കൊടുത്തത്. 100% സത്യസന്ധമായ വാർത്തയാണ്, വാർത്താ രീതിയാണത്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം സ്വപ്ന സുരേഷിന്റേതെന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് വാർത്ത കൊടുക്കേണ്ടത്. കാരണം ആർക്കും അതിന്റെ ആധികാരികതയെക്കുറിച്ച് ഇപ്പോൾ അത്ര നമുക്കങ്ങനെ ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നതാണ് അതിന്റെ ശരിയായ രീതി. ഞാൻ പറയുന്നത്, ഈ സ്വർണ്ണക്കടത്ത് ജൂലൈ മാസം 5-ാം തീയതിയാണല്ലോ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ഇതിപ്പോ നവംബർ മാസം 19-ാം തീയതി കഴിഞ്ഞു. 6.5 മാസക്കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് 100 ആയിരക്കണക്കിന് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് വിളമ്പി തന്നിട്ടുണ്ട്. അന്നൊന്നും പ്രയോഗിക്കാത്ത നീതിബോധം, മാധ്യമധർമ്മം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് തിരിച്ചു കിട്ടിയതിലാണ് എനിക്ക് സന്തോഷം. ഞാൻ പറയുന്നത്, ഇതിനു മുമ്പൊക്കെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ, കസ്റ്റംസ് ആവട്ടെ, NIA ആവട്ടെ, ED ആവട്ടെ, അവർക്ക് താല്പര്യമുള്ള അവരുടെ യജമാനന്മാരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് അനുസൃതമായിട്ടുള്ള രൂപത്തിലുള്ള മൊഴികൾ ഈ പ്രതികളുടേതെന്ന് പറഞ്ഞ് പലപ്പോഴും അവർ ഖണ്ഡശയായിട്ട് അവർക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം പുറത്തുവിട്ടിരുന്നു. അന്നൊക്കെ ഈ മാധ്യമങ്ങൾ അത് വലിയ ആധികാരികമായിട്ട് തന്നെയാണ് കൊണ്ടാടിയത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അന്നും ഇത് ആ പ്രതികളുടേതെന്ന് സംശയിക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന എന്നുള്ള രൂപത്തിൽ അവരതിനൊരു പ്രയോഗം നടത്തിയിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ അവർ പ്രയോഗം നടത്തിയെങ്കിൽ അത് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെയും അവരുടെ ഏജന്റുമാരായിട്ടുള്ള കേരളത്തിലെ UDF എന്ന് പറയുന്ന പ്രതിപക്ഷത്തിനും എത്ര കണ്ട് അപകടമുണ്ടാക്കുന്നതാണ്, ആപൽക്കരമാണ് ഈ സ്വപ്ന സുരേഷിന്റെ ഇപ്പോൾ പുറത്തു വന്ന മൊഴി എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ബി ടീമായിട്ടുള്ള കേരളത്തിലെ UDF എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ അന്വേഷണ ഏജൻസികൾ മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുള്ളത് എന്ന് ഇപ്പോ എല്ലാ മലയാളികൾക്കും ബോധ്യമായി. ഇത്ര കാലവും ഈ 6 മാസക്കാലത്തിലധികവും അതിനുവേണ്ടി വിടുവേല ചെയ്യുകയായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്നും ഇപ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു നീതിബോധം, പ്രതിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന, ഇന്ന് അവർ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായിട്ട് പറയേണ്ടിയിരുന്ന ഒരു വാചകം ഇപ്പോൾ മാത്രം അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞത് അവരുടെ ഈ വിധേയത്വം സംഘപരിവാറിനോടും സംഘപരിവാറിന്റെ ബി ടീമായിട്ടുള്ള പ്രതിപക്ഷത്തോടും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയെ പോലെ പെരുമാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ 4-ാം തൂണുകാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് തൽക്കാലം പറയാനുള്ളത്.